സർ, എൻ്റെ നിയോജക മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് ബീനാച്ചി പനപുരം. 22 കിലോമീറ്ററാണ് സാർ ഉള്ളത്. സാർ, 2019 കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തി ഈ റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചതാണ്. ഇന്നേക്ക് 8 വർഷം പൂർത്തിയായിട്ടും റോഡ് പണി പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാർ, പ്രസ്തുത റോഡ് 2018 തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന RS ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ടെൻഡർ എടുത്തിട്ടുള്ളത്. പ്രസ്തുത കരാറുകാരൻ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഗവൺമെൻറ് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു. സർ, ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം 22 കിലോമീറ്ററുള്ള റോഡ് 10 കിലോമീറ്ററും 12 കിലോമീറ്ററുമായി 2 റീച്ചുകളായി മാറ്റിയാണ് സാർ അതിൻ്റെ ആദ്യത്തെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചത്. 10 കിലോമീറ്റർ റോഡ് നടവയിൽ മുതൽ പനമരം വരെ പുതിയ കരാറുകാരനെ ഏൽപ്പിച്ച് അതിൻ്റെ പ്രവൃത്തി നടക്കുന്നു, എന്നാൽ പോലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാർ, എന്നാൽ ബീനാച്ചി 270 കിലോമീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ള 10 കിലോമീറ്റർ RS ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കരാറുകാരനെ മാറ്റി അതിൻ്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഒത്തിരി മാസങ്ങളോളായി. ഇന്നും ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. മാത്രമല്ല, 2022 അങ്ങേ റോഡ് നടവയിലും കോളേരി എന്ന് പറയുന്ന പ്രദേശത്തും സന്ദർശിച്ച് നേരിട്ട് വിലയിരുത്തിയതാണ്. മാത്രമല്ല സാർ, ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബത്തേരിയിൽ നിന്നും മാനന്തവാടി നിയോജക മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്നതും മാനന്തവാടി നിയോജക മണ്ഡലം ഹൈവേ കയറി കണ്ണൂർ എയർപോർട്ടുമായി ബന്ധിപ്പിക്കുന്ന വളരെ എളുപ്പത്തിൽ പോകേണ്ട ഒരു റോഡാണിത്. ഇത് കുറേ കാലങ്ങളായി നീണ്ടുപോവുകയാണ്. ഇന്നും തുടർ പ്രവർത്തനം നടത്താനോ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. അങ്ങ് അതിനകത്ത് ഇടപെടണം. മാത്രമല്ല, അങ്ങ് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് അങ്ങയുടെ നേതൃത്വ യോഗം നടത്തി പ്രവൃത്തി പൂർത്തീകരിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അങ്ങോട്ട്. സാർ, ഇത് കിഫ്ബി പദ്ധതിയിൽപ്പെടുന്നതാണ് സാർ. 22.200 കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡിൻ്റെ നവീകരണ പ്രവൃത്തി ഇത് ബഹുമാനപ്പെട്ട MLA അതുപോലെ തന്നെ അവിടുത്തെ മന്ത്രി ഇവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം പ്രവൃത്തി നടത്തിയ കരാറുകാരുടെ അനാസ്ഥ മൂലം 1ാം ഘട്ട പ്രവൃത്തി താഴെ അരിവയൽ മുതൽ നടവയൽ പള്ളിത്താഴം വരെയായി കുറച്ചിരുന്നു. സെക്കൻഡ് ഫേസ് ബീനാച്ചി മുതൽ താഴെ അരിവയൽ വരെയും നടവയൽ പള്ളിത്താഴം മുതൽ പനമരം വരെയും മറ്റൊരു ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കരാർ നൽകുകയും പ്രവൃത്തി 70% പുരോഗതി കൈവരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജലനിധിയുടെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പ്രവർത്തികൾ വൈകിയത് മൂലം റോഡ് നവീകരണ പ്രവൃത്തിയിൽ നിന്നും കരാറുകാരെ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ ആ പ്രസ്തുത പ്രവൃത്തിയുടെ ബാലൻസ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനായുള്ള എസ്റ്റിമേറ്റ് തുക 12,37,99,000 രൂപയാണ്. ബീനാച്ചി മുതൽ താഴെ അരിവയൽ വരെയും നടവയൽ പള്ളിത്താഴം മുതൽ പനമരം വരെയുമുള്ള റോഡിൻ്റെ വീതി 9 മീറ്റർ ആയതിനാൽ ബാലൻസ് പ്രവൃത്തി പൂർത്തീകരിക്കുവാനുള്ള 2/700 to 15/560 വരെയുള്ള ഭാഗത്തെയും റോഡിൻ്റെ വീതി ഏകീകരണത്തിനായി റോഡിൻ്റെ ഇരുവശങ്ങളിലും ഓരോ മീറ്റർ വീതിയിൽ ഐറിഷ് കോൺക്രീറ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12.86 കിലോമീറ്റർ ദൂരം വരുന്ന പ്രവൃത്തിയുടെ BCയും ഐറിഷ് കോൺക്രീറ്റും വരുന്ന എസ്റ്റിമേറ്റ് കിഫ്ബിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രസ്തുത പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനായി അധിക തുക ആവശ്യമായി വരുന്നതിനാൽ സാമ്പത്തിക അനുമതി പുതുക്കുന്നതിനുള്ള പ്രപ്പോസലും കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നു. കിഫ്ബിയിൽ നിന്നും അംഗീകാരം ലഭിക്കുന്ന മുറക്ക് സാങ്കേതിക അനുമതി നൽകി ടെൻഡർ നടപടിയിലേക്ക് കടക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട IC ബാലകൃഷ്ണൻ അതുപോലെ തന്നെ മന്ത്രി ശ്രീ OR കേളു ഇവർ ഈ വിഷയം ശ്രദ്ധയപ്പെടുത്തിയാണ്. ആ നിലയിൽ ഇതൊരു ഇടപെട്ട് എങ്ങനെ കൂട്ടായി പരിഹരിക്കാമെന്നുള്ളത് ശ്രമിക്കാവുന്നതാണ്.